ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. പള്ളിപ്പുറം പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് തണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസ ഔഷധക്കൂട്ട് മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു. പള്ളിപ്പുറം പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് തണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക മാസ ഔഷധക്കൂട്ട് മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു. കോവിലകത്തും കടവ് സെയിന്റ് റോക്കി ദേവാലയത്തിന് സമീപം നടന്ന ചടങ്ങിൽ CP പള്ളിപ്പുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു. മരുന്ന് കഞ്ഞി കർക്കിടക മാസത്തിൽ അരിയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അതിൽ മരുന്ന് പല ഉലുവ, ആശാളി, കുറുന്തോട്ട് വേര്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പറിച്ചെടുക്കും. മറ്റത് മരുന്ന് കടകളിൽ നിന്ന് വാങ്ങും. ചിലതെല്ലാം നമ്മൾ ഒരു കൊല്ലമായിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അത് ഒരു കാര്യം ഞാൻ കഴിഞ്ഞ കൊല്ലവും പറഞ്ഞതാണ്, മലവെള്ളക്കാലം, മലവെള്ളം വരും. അപ്പോൾ ഒഴുകി വരുന്ന ചില സാധനങ്ങൾ കടപ്പുറത്ത് അടിയും. ആ കൂട്ടത്തിൽ ആ മലവെള്ളം കഴിഞ്ഞ് കടപ്പുറത്ത് ഞങ്ങൾ പോകുമ്പോൾ പല സാധനങ്ങൾ കിടക്കും. അതിൽ മുട്ടത്തോപ്പ് ഉണ്ടാക്കാനുള്ള ചെറിയ ഈച്ചക്കമ്പ് കിട്ടും. ആ കൂട്ടത്തിൽ ഒരു നല്ല ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കായുണ്ടായിരുന്നു. അതിന് ഞങ്ങളൊക്കെ കക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. കക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ആ കക്ക് പൊട്ടിച്ച് ആ മരുന്ന് കഞ്ഞിയിൽ അത് ആളുകൾ സൂക്ഷിച്ചു വയ്ക്കും. അപ്പം അങ്ങനെയുള്ള ആ വിശിഷ്ടമായ മരുന്ന് കഞ്ഞിയുടെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ചെയർമാൻ VX ബെനഡിക്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി അജയൻ, CPM ലോക്കൽ സെക്രട്ടറി AK ഗിരീഷ്, AR സുഗു, മേരി അംബ്രോസ്, പ്രിറ്റി ജെന്നോ, ശശികല പുഷ്പജൻ എന്നിവർ പ്രസംഗിച്ചു. തുടർച്ചയായി 3 ദിവസങ്ങളിലാണ് വയോജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി നൽകുന്നത്. അത്രയും പേരുള്ള നമ്മൾ ചുരുങ്ങിയ പരിപാടി, അങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിന് വേണ്ടിയാണ് നമ്മൾ CP മാഷ് നമ്മുടെ ഈ പരിപാടിയുടെ ആളാണ്. അപ്പോൾ CP മാഷിനെ ഞാനിതിന് കൂടുതൽ ഭംഗിയാക്കുന്നു എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചോളുണ്ട്. CP മാഷിനെ ഞാനിതിൻ്റെ വിചാരണ വീടുകളിലേക്ക് കൊടുത്തുവിടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഈ മരുന്ന് കഴിഞ്ഞ് ഏകദേശം ഒരു 10-500 പേരിൽ കൂടുതൽ ആളുകൾക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മരുന്നുകൾക്ക് മുഴുവനും കൊടുത്തുവിടും. കഴിക്കാവുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. വീട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യാനായിട്ട് ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും വയോജന സംഘടനാ സംഘടനയുടെ എല്ലാവിധ ആശംസകളും.